ഹലോ, നമുക്ക് കുറച്ച് പാസ്ത ഉണ്ടാക്കിയാലോ? ദേ അതിനു വേണ്ടി നീളത്തിനരിഞ്ഞ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ദേ കുറച്ച് സവാള, പിന്നെ ദേ തക്കാളിയും, പിന്നെ ദേ കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ വീട്ടിലെ തന്നെ മല്ലിയിലയാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ്. അതിൽ നിന്നും കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് പേസ്റ്റ് ചെയ്ത് എടുക്കണമേ. അപ്പോഴേക്കും ദേ വേവാൻ വെച്ച പാസ്ത വെന്ത് കുഴഞ്ഞൊരു പരുവമായിട്ടുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, അത് സൈഡിലേക്ക് മാറ്റി വെച്ച് ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചട്ടിയിലെ എണ്ണ ചൂടായതും ദേ ഉപ്പുനീരിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുനീരിൽ നമ്മളിങ്ങനെ വെജിറ്റബിൾസ് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പാകമായി കിട്ടുമേ. അങ്ങനെ ഉള്ളി വാടി വന്നപ്പോഴത്തേനും അതിലേക്ക് ദേ ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ദേ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലാസ്റ്റ് ദേ തക്കാളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നും സമം വെന്ത് വന്നപ്പോഴത്തേനും അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, 2 മാഗി ക്യൂബും, പിന്നെ അതേ കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ അതേ 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട കൂടി ആഡ് ചെയ്തതും എൻ്റെ പ്രതീക്ഷ എല്ലാം തെറ്റി. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ആകെ കുഴഞ്ഞൊരു പരുവമായിപ്പോയി. അതിലേക്ക് ഇതേ വെന്ത് കുഴഞ്ഞ പാസ്ത കൂടി ചേർത്തപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ആകെ ഒരു മൊത്തത്തിലൊരു കുളമായി. പിന്നെ ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ എൻ്റെ മോൾ എന്ത് പറയുമെന്നോ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ആളെ ആസ്വദിച്ചൊക്കെ കഴിക്കുന്നുണ്ട്, തൊട്ടടുത്ത അമ്മയും ഇരുന്ന് കഴിക്കുന്നുണ്ട്. ആളോട് തന്നെ ചോദിക്കാം, റൂഡി എങ്ങനെയുണ്ട്? റൂഡി കൊള്ളാമോ? താങ്ക് യു. അതിപ്പോൾ നമ്മൾ അമ്മമാർ എന്തുണ്ടാക്കി കൊടുത്താലും നമ്മളെ മക്കളത് കൊള്ളാമെന്നല്ലേ പറയുള്ളൂ. എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെടുത്തുണ്ട്. നിങ്ങൾ കൂടി ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണേ. ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ടാറ്റാ.